പിന്നെ പിന്നെ കാണാല്ല കേട്ടല്ലേ. ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ വാഹനം പിടിച്ച് കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. പണിക്ക് വന്ന രാവിലെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് രാധ. കോൺഗ്രസ് നിലമ്പൂർ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ രാധേച്ചിയുടെ പേരാണ് എല്ലാവരും മനസ്സിലേക്ക് ആദ്യം വരിക. അവിടുന്ന് രാവിലെ 4 മണിക്ക് പിന്നെ 8 മണിക്ക് പോകുന്നതാണല്ലോ വീട്ടിൽ നിന്ന് വീട്ടിൽ ജോലി. പിന്നെ പിന്നെ കാണാല്ല കേട്ടല്ലേ. അങ്ങനെ ഇതായതാ. പിന്നെ 10-ആം തീയതി കാണുന്നു. പണിക്ക് വന്ന രാവിലെ എവിടെയാ ജോലി ചെയ്യുന്നത്? കോൺഗ്രസ് ഓഫീസിലേക്ക്. അതല്ല അതറിയാം. അന്ന് പുള്ളിക്കാരി രാധ അന്ന് കോൺഗ്രസ് ഓഫീസിലേക്ക് ജോലിക്ക് വന്നതാണ്. പിന്നീടാണല്ലോ കാണാതായത്. പൂക്കോട്ടും പാടത്തുനിന്ന് അതെ അതെ. ഈ സ്ഥലത്ത് രാധ ഒരു ദിവസം ഈ സംഭവം നടക്കുന്നതിൽ ഒരു 2 ആഴ്ച മുന്നേ അവള് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കലുങ്കുണ്ട്. ആ കലുങ്ക് അന്ന് പൊളിഞ്ഞതാ. വാഹനം പിടിച്ച് കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. രണ്ടു വട്ടം കാർ ഈ സ്പോട്ടിൽ തന്നെ ഒരു വട്ടം ഇവിടെ വന്നിട്ട് വണ്ടിയാണ്ട് കുത്തിയിട്ട് 2 വട്ടം വണ്ടി ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. ആ കലുങ്ക് പൊട്ടിയാണ്ട് ഒരു വട്ടം അവിടുന്ന് അങ്ങോട്ട് വണ്ടി നിന്നിട്ട് നേരെ അതിലാണ് പോയി. ആ ഓട്ടോറിക്ഷ നിർത്തിയ സ്ഥലത്ത് അവിടുന്ന് അവിടെ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗിൽ വരുമ്പോൾ വണ്ടി റോഡിലല്ലേ കാറ് നേരെ വന്നിട്ട് തട്ടിച്ചിട്ട് പോക്കാം. അങ്ങനെ 2 പ്രാവശ്യം തന്നെ. സത്യത്തിൽ ആ അങ്ങനെ കുടുംബം ആകെ ഒരു ഭീതിയിലും ആയിരുന്നു അല്ലെ? എപ്പോ വേണമെങ്കിലും ഓൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അത് പറയാറുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓള് പറയാൻ പേടിച്ചു. അത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇടപെടാനോ ശ്രദ്ധിക്കാനോ. ഇവിടെ ആയിരുന്നു അവര് താമസമൊക്കെ? എവിടെയാണോ താമസമൊക്കെ ഇവിടെ തന്നെയാണ്. അത്രേ ഉള്ളൂ അല്ലേ? താമസമൊക്കെ ഇവിടെ തന്നെയാണ്. ഉച്ചയോ ഒരു 11 മണി 12 മണി നമ്മളൊക്കെ വരുമ്പോഴത്തേനും കാറ് നേരെ വന്നിട്ട് കുത്തിക്കുക. ഇപ്പോഴും അതൊരു വല്ലാത്തൊരു വേദനയാണ് എല്ലാവർക്കും അറിയുന്നല്ലേ. ഒരു വലിയ ദുരൂഹതകളും സങ്കടവും അല്ലെ. സങ്കടത്തിനൊപ്പം തന്നെ വലിയൊരു ദുരൂഹത കൂടി നിറഞ്ഞതാണ് ആ വേർപാടും. ഏതായാലും വളരെ യാദൃച്ഛികമായിട്ടാണ് കണ്ടത്. കൂടുതൽ വിഷമിപ്പിക്കാനോ ഒന്നുമില്ല. കാരണം ഇപ്പോഴും കാലങ്ങൾ കഴിയുമ്പോഴും അത് പറയുമ്പോഴുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ കാണുന്നു. നമ്മുടെയൊക്കെ വാർത്തകളിലൊക്കെ അങ്ങനെ നിന്നതാണ്. വലിയ തോതിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകമായിരുന്നു അത്. അതേക്കുറിച്ചാണ് അതേക്കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ്. ഒരു ജീവിതമാണല്ലോ ഇവരുടെയൊക്കെ നഷ്ടമായത്.